തുടങ്ങണം. നീ എന്ത് തുടങ്ങുന്നു? പൈസ എണ്ണൻ ആർക്കാ ഇഷ്ടമല്ലാത്ത? ഐ തിങ്ക് അബിക്ക് പൈസ കിട്ടിയ അവൻ എല്ലാവർക്കും തരും ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു അബിക്ക് പൈസ കിട്ടുമ്പോഴേക്കും എന്റെ നല്ല സമയം തുടങ്ങും. എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. വാ പോവാം. തന്നു എന്തിനാവോ അദ്ദേഹത്തെ പണത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവുക? ഇന്ന് രാവിലെ അവൾ പൈസയ്ക്ക് വേണ്ടി വളരെ ഡെസ്പറേറ്റ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. തനുവിനല്ലാതെ മറ്റാർക്കും ഈ പണം മോഷ്ടിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവളെ എന്നിൽ നിന്ന് ആർക്കും രക്ഷിക്കാനും കഴിയില്ല. കാണുന്നില്ല പ്രിയേച്ചി. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. എനിക്കറിയാം പണം എവിടെയാന്ന്. അല്ല ചേച്ചിക്ക് അറിയോ പൈസ എവിടെയാണെന്ന്? പണം തനുവിന്റെ കയ്യിലുണ്ട്. അവളാണത് മോഷ്ടിച്ചത്. അല്ല അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം? പ്രണവ് എന്റെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്കാണിപ്പോ പണത്തിന്റെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം. അവളെ ഇത് ചെയ്യൂ. അവള് മനഃപൂർവ്വമാണ് അദ്ദേഹത്തോട് പറഞ്ഞ് എന്നോട് പൈസ ചോദിച്ചത്. ലോക്കർ തുറക്കുമ്പോ പണം ഉണ്ടാവില്ല. അപ്പൊ കുറ്റം എന്റെ തലയിലാവില്ലേ? ചേച്ചി അത് ശരിയാണല്ലോ. ബട്ട് ചേച്ചി ഒരിക്കലും ടെൻഷൻ അടിക്കാനേ പാടില്ല. അല്ല നമ്മളെല്ലാം മുറിയും ചെക്ക് ചെയ്താണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള എല്ലാവരെയും കൂട്ടി അവരുടെ മുന്നിൽ വെച്ച് പൈസ എടുക്കാം. ഉറപ്പായി ആ പൈസ അവിടെ തന്നെ കാണും പ്രിയേച്ചി. ഇതെല്ലാം തനുവിന്റെ പണി അവള് തന്നെ ചെയ്തത്. പ്രണവ് നീ എല്ലാവരെയും തനുവിന്റെ റൂമിൽ കൊണ്ടുവരൂ. ഞാൻ അങ്ങോട്ട് പോവാ. പണം വേണ്ടേ നിനക്ക്? പറയൂ തനു. ഇതെല്ലാം ഒക്കെ വലിയ കാര്യം. ഈ മോഷണത്തിന്റെ കുറ്റം എന്റെ തലയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നീ എന്നെ നാണം കെടുത്താൻ ഒരുപാട് ശ്രമിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെയാ അദ്ദേഹത്തെക്കാൾ ഏറെ ഇൻട്രസ്റ്റ് പൈസയുടെ കാര്യത്തിൽ നീ കാണിക്കുന്നത്. അദ്ദേഹത്തിന് 50% വാങ്ങി നൽകാനും നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ. എന്നോട് പണം ചോദിക്കാൻ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്തെന്ന് നീയാ. പിന്നെ ഞാൻ ലോക്കർ തുറന്നപ്പോ അതിൽ പണം ഇല്ലാന്ന് കണ്ട് എല്ലാവരും ഞെട്ടി നിന്നു, നീ ഒഴികെ. കാരണം പണം അവിടെ ഇല്ലാന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഓൾറെഡി. അത് നിന്റെ കയ്യിലല്ലേ? ടു സ്മാർട്ട്. ഐ മീൻ പറഞ്ഞ് നീ ഇപ്പൊ എവിടം വരെ എത്തിയെന്ന് നോക്കി. നല്ല കണക്ഷൻ നീ ഉണ്ടാക്കി. എനിക്കറിയാം നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഞാനാണെന്ന്. പിന്നെ ഈ മോഷണത്തിന്റെ കാര്യത്തിലും പ്രോബ്ലം ഞാൻ തന്നെയാ. ഇനിയിപ്പൊ ഞാനാണ് മോഷിച്ചതെന്ന് നീ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ അതെങ്ങനെ തെളിയിക്കും? അത് ഞാൻ തെളിയിക്കുമല്ലോ. ഇപ്പോഴല്ല, എല്ലാവരുടെ മുന്നിൽ വെച്ച്. അതെ, എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അബി നീ ഇവിടെ പിന്നെ എല്ലാ കുഞ്ഞിന്റെ അമ്മയാണ്. എന്നിട്ടെന്താ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? പ്രണവ്, ഒരു മുറിയൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവളുടെ മുറിയിൽ നിന്ന് എങ്ങനെ കിട്ടുമെന്നാ നീ പറയുന്നത്? എടാ അബി, നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്നതും ഇത് ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ വീട്ടുകാർക്ക് വേണ്ടിയാ ചെയ്യുന്നത്. നാളെ ഇവർ പറയില്ലേ തനുവിന്റെ മുറി ചെക്ക് ചെയ്തില്ല, നീ ഇവരോട് വേർതിരിവ് കാണിക്കുന്നു. അതുകൊണ്ട് ഇവര് മുറി ചെക്ക് ചെയ്തോട്ടെ. എടാ കൂടുതൽ എന്ത് സംഭവിക്കാനാ? ഇവിടെ നിന്നൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ എല്ലാവരുടെയും സംശയം മാറി കിട്ടും. ആക്ച്വലി നീ പറയുന്നതിലും കാര്യമുണ്ട് പ്രണവ്. വീട്ടുകാർക്ക് വിഷമം ഉണ്ടാവുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. തനു, നീ അലമാരിയുടെ കീങ് തന്നെ. പക്ഷെ അബി ഞാൻ നോക്ക് തനു, എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു, അതുപോലെ നീയും ചെയ്യണം. സമാധാനായോ? നന്നായി തെരഞ്ഞു നോക്കിയോ? ഇതിനെ കുറിച്ച് സാരമില്ല പ്രിയ, മുറി ചെക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. ഇവക്ക് സമാധാനമാവും, വീട്ടിലെ എല്ലാവർക്കും. ഇവരുടെ മുറി പരിശോധിച്ച നിനക്ക് സമാധാനം കിട്ടും അല്ലേ? ശരി, എന്നാ നടക്കട്ടെ, നീ പോയി പരിശോധിക്കേ. അബി
നന്നായിട്ട് നോക്കൂ. ഇവിടെയല്ല, അടുത്ത അലമാരയിൽ നോക്കൂ. അവിടെ നോക്കൂ അബി. ഐ എം സോറി ആന്റി. ഞാൻ കാരണം ആന്റിക്ക് ഇല്ല മോനെ, മോനെന്തിനാ മാപ്പ് ചോദിക്കുന്നത്? ആർക്കാണോ അത് ആവശ്യമായിരിക്കുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്നു. മോൻ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. സമാധാനായില്ലേ? ഇനി പോവാലോ. നിനക്ക് അധികാരം ഉണ്ടായിരുന്ന പൈസ, ആ പൈസ കാരണം നീ തന്നെ ഇപ്പൊ കുടുങ്ങിയേക്കുവാ. വലിയ അഹങ്കാരമായിരുന്നില്ലേ നീ നിന്റെ അമ്മയും കൂടെ ടീമായിട്ട്? പക്ഷെ പാവം, നീ മാത്രമല്ല, നീ നിന്റെ ടീമിനെ നശിപ്പിച്ചു. കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയാ ഇവിടെ നിന്ന് എല്ലാവരും ഓടിപ്പോയേന്ന്? ഇപ്പോഴും പറയുവാ. ഇതിലും കൂടുതൽ നാണം കെടുന്നതിന് മുൻപ് നീയും നിന്റെ അമ്മയും വേഗം ഇവിടുന്ന് പൊയ്ക്കോ. വിളിക്കുന്നത് സർ, ഞങ്ങളുടെ 1 കോടി രൂപ മോഷണം പോയിരിക്കുന്നു സർ. പിന്നെ എനിക്ക് തോന്നുന്നത് കള്ളം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നാ. ആ, ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാ സർ. വേഗം വരൂ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ സർ. അതെ സർ, അഭിഷേക് മേനോൻ, വേഗം വരണേ സർ. അയ്യോ, രക്ഷിക്കണേ. ഒടുക്കത്തെ ബുദ്ധി തന്നെയാണല്ലോ മമ്മിക്ക്. മമ്മി ഇപ്പൊ ഈ ഗെയിമിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചല്ലോ. അപ്പൊ ഇനി പോലീസ് വരും, എന്നിട്ട് സർലാൻഡിയെ അല്ല. അത്ര നല്ല അടി കിട്ടും. അവര് ബലൂണിന്റെ കാറ്റഴിച്ചു വിട്ട പോലെ ഷൂന്നായിപ്പോ. എങ്കിൽ പിന്നെ ഈ ഐഡിയ മമ്മിയും കൂടെ ഒന്ന് പരീക്ഷിക്കും കേട്ടോ. അങ്ങനെയെങ്കിലും മമ്മിയുടെ വണ്ണം ഒന്ന് കുറയുമല്ലോ, കാറ്റൂരിയിട്ട ബലൂൺ പോലെ. എന്തിനാ അവിടുന്ന് പോകുന്നത്? ഇതെല്ലാം കള്ളമാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? അച്ഛമ്മ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ എങ്ങനെയാ കള്ളമെന്ന് പറയുന്നത്? മോനെ, നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ സത്യമാകണമെന്നില്ല. കണ്ണുകൾക്ക് ചതി പറ്റാറുണ്ട്. പക്ഷെ മോനെ, നീ അവിടുന്ന് ഇറങ്ങി പോകുന്നത് കള്ളത്തെ സത്യമാക്കുന്നത് പോലെയാണ്. അച്ഛമ്മ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്ക്, നീ സമാധാനിക്ക്. എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തോ ഒരു ചതി നടന്നതായി. നമുക്കറിയാലോ സരളയെ, അവൾ അങ്ങനെയുള്ള ആളല്ല. അവൾക്ക് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും? എന്നെ വിശ്വസിക്ക്, ആ പൈസ എന്റെ മുറിയിൽ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പൈസ എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യം തന്നെയാ. പൈസക്ക് ആവശ്യമുള്ളവരും അവരെല്ലാവരും കള്ളനെ മോഷ്ടിക്കുന്നവരാണെന്ന് നിർബന്ധമൊന്നുമില്ല. നീ വായി തോന്നുന്നതും ഇങ്ങനെ വിളിച്ച് പറയാതിരിക്കും. എനിക്കറിയാം പ്രണവ്, പൈസ എല്ലാവർക്കും ആവശ്യമുള്ളതാ. പിന്നെ ഇത് മാജിക് ഒന്നും അല്ലല്ലോ. ടാക്സും ഇപ്പൊ പേ ചെയ്യണം. മോഷണവും നടന്നത് ഇപ്പോഴാ. ഈ നോട്ടീസും ബാഗും സർലാൻഡിയുടെ മുറിയിൽ നിന്നാ കിട്ടിയത്. പിന്നെ നമ്മൾ എന്തിനാ മനഃപൂർവ്വം കണ്ണടച്ചു വെക്കുന്നത്? സത്യത്തെ മറച്ചു വെക്കാനാണോ? എനിക്കറിയാം നമ്മൾ സരള ആന്റി ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നീ അവരെ അമ്മയായിട്ട് കാണുന്നു. പക്ഷെ അവരെന്തായാലും ഒരു മനുഷ്യനല്ലേ. മനുഷ്യൻ കൊതിയനാണ്, ആർത്തിയുള്ളവനാണ്. പിന്നെ എന്തുകൊണ്ട് കള്ളനാവുന്നില്ല? ഇവര് ശരിക്കും കള്ളിയാണ്. പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തിയ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആന്റി എന്നൊരു മകനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു മകന്റെ കടമ നിറവേറ്റാൻ എന്നെ സമ്മതിക്കാത്തതെന്താ? ആന്റിക്ക് ഒരു വാക്ക് എന്നോട് പറയാൻ പാടില്ലായിരുന്നു? ഞാൻ എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ആന്റിക്ക് തരുമായിരുന്നല്ലോ. എങ്കിൽ ആന്റിക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആന്റി. ആന്റി ഇങ്ങനെ മോഷ്ടിക്കുമെന്നൊക്കെ. അത് ശരിക്കും തെറ്റല്ലേ ആന്റി? ഞാൻ മുറി കൊണ്ടുവച്ചിട്ടില്ല.
അച്ഛമ്മേ, ഈ കാര്യങ്ങൾ ഇന്നത്തോടെ അവസാനിക്കണം. റൈറ്റ് ഹിയർ റൈറ്റ് നൗ. ഇപ്പോൾ ഇവിടെ നടന്നതൊക്കെ നമുക്കങ്ങ് മറക്കാം അച്ഛമ്മ. ഇനി ഇതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല. അബി, ഇവർക്കെതിരായി മുഴുവൻ സിറ്റുവേഷനും മുഴുവൻ പ്രൂഫും ഉണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. നിനക്ക് കൊടുക്കാറുന്നില്ലേ? കാരണം അമ്മ എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. ആ ഹാളിന്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പോലും അമ്മ പറഞ്ഞിട്ടില്ല എന്നോട്. അമ്മ ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിന്റെ അമ്മ നിന്നോട് ഹെൽപ്പ് ചോദിക്കാത്തതുകൊണ്ട് നീ ഹെൽപ്പ് ചെയ്തില്ല. അപ്പൊ നിന്റെ അമ്മ നിന്നോട് സെൽഫ് റെസ്പെക്ട് കാണിച്ചു. അപ്പൊ നീയാണെങ്കിലോ പൈസ ചോദിക്കാത്ത സ്ഥിതിക്ക് എന്തിനും സഹായിക്കണമെന്നും കരുതി. നോക്ക്, നീ ഇവിടെ ഒരുപാട് അഭിനയിക്കണ്ട. പരസ്പരം ജീവൻ വേണേലും കൊടുക്കാൻ തയ്യാറാണെന്ന് പറയും. പക്ഷെ ചോദിക്കാത്ത പൈസ എന്തിനു കൊടുക്കണമെന്നല്ലേ? അഭി വേണേൽ നിന്റെ അമ്മയെ വിശ്വസിക്കുമായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. നിന്റെ അമ്മ അഭിനയിക്കുന്നത് കാണുമ്പോ എനിക്കത് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അഭിയെ മണ്ടനാക്കി അവർക്കെതിരെ ഒന്നും ചെയ്യാത്ത രീതിയിൽ അനാവശ്യം പറയരുത് തനു. ഈ കാണുന്നത് മുഴുവൻ എന്റേതാ. എന്റെ കുടുംബത്തിന് എന്തെങ്കിലും പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ നേരിട്ട് കൊടുത്തേനെ. പക്ഷെ നീ അങ്ങനെ ചെയ്യാത്തതിന്റെ കാരണം നിനക്ക് ഞങ്ങളോടെല്ലാം മറുപടി പറയേണ്ടി വരും എന്നതുകൊണ്ടാണ്. ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യം വന്നാൽ നീ ചുമ്മാ വന്നൊന്ന് ക്ലാസ് എടുക്കുമെന്നല്ലാതെ ഞങ്ങൾക്ക് പൈസ തരില്ല. നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ പൈസയുടെ ആവശ്യം വന്നപ്പോ നീ കൊടുത്തു. സോ ബേസിക്കലി നീ ഞങ്ങളുടെയൊക്കെ മുന്നിൽ നല്ല പിള്ളയാവാൻ ശ്രമിക്കായിരുന്നു. ഞങ്ങളുടെ അല്ല, എസ്പെഷ്യലി അബിയുടെ മുന്നിൽ. സാർ ഈ സ്റ്റേഷനിലെ പുതിയ ആളായിരിക്കും അല്ലേ? ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ജോയിൻ ചെയ്തത്. സാർ, ഇത് അബി, ഇത് റോക്ക് സ്റ്റാറിന്റെ വീടാണ്. അവന് വേണമെങ്കിൽ ഫോൺ ചെയ്ത് കമ്മീഷണറെ തന്നെ വിളിക്കാം. അവൻ അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. അല്ലാതെ ഞാനിപ്പോ എന്താ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ എന്റെ സീനിയറിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നോക്ക് സാർ, ഞാൻ നിങ്ങളെ വിരട്ടിയതൊന്നും അല്ല. ഞാനെന്തിനാ നിങ്ങളെ പേടിപ്പിക്കുന്നത്? ഇപ്പൊ അകത്ത് പോകാൻ പാടില്ലെന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ സാർ. നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എന്നെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പോലീസിന്റെ ഡ്യൂട്ടി തടയാൻ ശ്രമിച്ചതിന്. ഇൻസ്പെക്ടർ, ഞാൻ പറഞ്ഞില്ലേ അകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. മുഴുവൻ ഫാമിലി മെമ്പേഴ്സ് മാത്രം ഉള്ളത്. പിന്നെ എല്ലാവരും സേഫും ആണ്. ഫാമിലി മാറ്റേഴ്സാ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത് ഫാമിലി മാറ്റർ ആയിരുന്നെങ്കിൽ എനിക്ക് കോള് വരില്ലായിരുന്നു. ഇനി നിങ്ങൾ എന്നെ തടയില്ല. ഒരുപക്ഷെ എന്നെ നിങ്ങൾ ഇനി തടഞ്ഞാൽ വിലങ്ങ് വെച്ച് ജീപ്പിൽ കൊണ്ടിരുത്തും ഞാൻ. അവരത് ചെയ്യില്ല. അച്ഛമ്മ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ഒരു പ്രശ്നവും ഉണ്ടാവില്ല അച്ഛമ്മ. ഞാനിവിടെ ജീവനോടുള്ളപ്പോ ആരും ഇവിടുന്ന് ജയിലിൽ പോവില്ല. പക്ഷേ മോനെ, പോലീസ് എന്തായാലും മുറ്റത്തെത്തിക്കഴിഞ്ഞല്ലോ. അവരിനി സരള എന്തെങ്കിലും ചെയ്താലോ? എന്നാ നമ്മുടെ വീടിന് അതൊരു പേരുദോഷമായി മാറും. നോക്കു മോനെ, നീയുണ്ടല്ലോ സരളയെ സ്വന്തം അമ്മയായിട്ടല്ലേ മോനെ കാണുന്നത്. വാക്കുതാ മോനെ, സ്വന്തം അമ്മയ്ക്ക് ഒന്നും വരാൻ അനുവദിക്കില്ലെന്ന് വാക്കുതാ. അച്ഛമ്മ ഇങ്ങനെ കരയില്ലേ? സരളാന്റിക്ക് ഒന്നും സംഭവിക്കില്ല അച്ഛമ്മ. എന്നെ വിശ്വസിക്കാം. അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും ശിക്ഷ കിട്ടും. അവള് ജയിലിലായാൽ എനിക്ക് ജാക്ക്പോട്ട് അടിച്ചു. ഈ 6 മാസം കൊണ്ട് എനിക്ക് എല്ലാം ചെയ്തു തീർക്കാൻ കഴിയും. 6 മാസം ധാരാളം മതി. കല്യാണം, കുഞ്ഞിന്റെ പേരിടൽ വിത്ത് ഈ വീട്ടിലെ അവകാശി. ഒരു പ്രോബ്ലം ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം നടക്കും. നിഖിൽ, ആലിയ എല്ലാവരും എന്നെ പുകഴ്ത്തും. ഞാനിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്റെ ലൈഫ് സെറ്റിൽഡ് ആവും. ഇനി എത്ര നേരം പ്രിയ നീ അഭിനയിക്കും? വെറുതെ വിടുന്നേ. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ പ്രിയ അവളുടെ അമ്മയുടെ അസുഖം മുതലെടുത്താണെന്നാ. കള്ളി അവരല്ല, കള്ളി ഇവളാണ്. എനിക്കിവളെ മുൻപേ സംശയമായിരുന്നു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കറിയാമായിരുന്നു. എന്നിട്ടും നീ എന്ത് പറയുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. നീ മോഷണം നടന്നുവെന്ന് അഭിനയിക്കുന്നതിന് കാരണം നിന്നെ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇത്ര എളുപ്പത്തിൽ സ്വന്തം അമ്മയെ നീ കള്ളിയാക്കിയില്ലേ? എന്നിട്ട് സ്വയം രക്ഷപ്പെടാൻ നോക്കുക. ഇത് സത്യമല്ല. അങ്ങനെ തന്നെയാ. നീ പറഞ്ഞു എന്ന് കരുതി സത്യം അതല്ലാതാവില്ല. മോഷ്ടിച്ചത് നീ തന്നെയാ. കിട്ടിയത് അപ്പൊ ഞാനല്ലേ മോഷ്ടിച്ചത്? ഞാൻ മോഷ്ടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങളോട് ഞാൻ പറയാം. ഞാൻ പ്രിയയുടെ കയ്യിൽ നിന്ന് താക്കോൽ മോഷ്ടിച്ചു. എന്നിട്ട് ആ ലോക്കറിൽ നിന്നും എല്ലാ പൈസയും ഞാൻ എടുത്തു. അതിനുശേഷം ഞാൻ ആ താക്കോൽ പ്രിയയുടെ അടുത്ത് വെച്ചു. എന്നിട്ട് പൈസ എന്റെ മുറിയിൽ കൊണ്ടുവച്ചു. കള്ളനും സാക്ഷിയും തെളിവും എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ.
പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല? അല്ല സർ, ഇത് പിന്നെ ഡോണ്ട് വറി മിസ്റ്റർ അഭിഷേക് മേനോൻ, ഞങ്ങളെല്ലാം കേട്ടു. കള്ളൻ കുറ്റം സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യാണ്. അറസ്റ്റ് ചെയ്യൂവരെ. എന്റെ അഭി, ഞാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ അയാൾ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ, നീ ആ കമ്മീഷണർ ഒന്ന് വിളിക്ക്. എങ്ങനെയെങ്കിലും ഇൻസ്പെക്ടറിനെ തടയാൻ പറയാ. വേഗം തന്നെ വിളിക്ക്. എടാ അഭി, നിനക്കറിയാലോ ആന്റി അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. നിനക്കറിയാം ആന്റിയും പ്രിയച്ചും തെറ്റുകാരല്ലെന്ന്. നീ എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യ്. ആരെങ്കിലും വിളിക്ക അഭി. ആന്റി അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞേ പറ്റൂ. അതിന് നീ സമ്മതിക്കരുത് ഒരിക്കലും. എടാ, നീ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ലേറ്റ് ആവുന്നതിന് മുൻപ് ആന്റി ഒന്ന് രക്ഷിക്ക അഭി. ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക് നീ. പ്ലീസ് ആന്റി ഒന്ന് രക്ഷിക്കടാ. അബി, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? മുഴുവൻ സത്യം എല്ലാവരും അറിഞ്ഞതല്ലേ? അബി, താഴെ പോലീസ് നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താഴെ പോയി അവരോട് പറ അവരുടെ ഡ്യൂട്ടി ചെയ്തോളാൻ. അബി, എനിക്ക് തോന്നുന്നു പ്രിയയും പ്രഷർ ചെയ്യണം, അല്ലെങ്കിൽ അവൾ എല്ലാവരും. എന്തിന്? ആലിയയ്ക്ക് ശിക്ഷ ലഭിക്കാമെങ്കിൽ സരള ആന്റിക്ക് എന്തുകൊണ്ട് ലഭിച്ചൂടാ? ആലി അബിയും തമ്മിൽ രക്തബന്ധമുണ്ട്. അബി ആലിയയ്ക്ക് ശിക്ഷ കൊടുത്തപ്പോ നീ എന്താ തടയാത്തത്? ഇപ്പൊ എന്തിനാ തടയുന്നത്? ഇനി ഇങ്ങനെയാണോ? നീയും ആ പ്രിയയുടെയും അമ്മയുടെയും പ്ലാനിൽ പങ്കാളിയായിരിക്കുമല്ലോ. അതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? അബി, നീ താഴെ വാ. നീ ഇതുവരെ ചെയ്തത് തന്നെ ചെയ്യൂ. നീ സത്യത്തിന്റെ കൂടെ നിക്ക്. അഭി, അമ്മ എന്തിനാ എല്ലാരോടും അങ്ങനെ? നിനക്ക് ഇവിടെ ഇരുന്ന് പോരാടാൻ കഴിയുമല്ലോ. നിനക്ക് തിരികെ അഭിയെ കിട്ടുമല്ലോ. പിന്നെ എല്ലാം ശരിയാവുമെങ്കിൽ എന്താ കുഴപ്പം മോളെ? ഞാൻ കുറ്റം സ്വയം ഏറ്റെടുത്തു. ഞാൻ നിന്റെ അമ്മയല്ലേ. ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിനക്ക് ഒരു കുഴപ്പം വരുത്തില്ല മോളെ. നിന്നെ ആരെങ്കിലും തൊട്ടാ ഞാൻ അവനെ കൊല്ലും. നിനക്ക് ചെറിയ മുറിവ് വന്നാ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ മോളെ ഞാൻ എല്ലാ കുറ്റവും ഏറ്റെടുത്തത്. ഇങ്ങനൊരു കുടുംബത്തെ ഇനി എവിടെ കാണാൻ കഴിയും? ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന കുടുംബം. ഇതുപോലെ ഒരു മകളുള്ളവൾ കോടി ജനങ്ങളിൽ ഒന്നാണ്. അമ്മയെ എത്രയധികം സ്നേഹിക്കുന്നവൾ അവളുടെ കുടുംബത്തെ, അവളുടെ വീടിനെ, ഭർത്താവിനെ, അവക്ക് വേണ്ടി അവളുടെ അമ്മ കുറച്ചെങ്കിലും ചെയ്യുന്നത് അധികം ആവില്ല. ഞാനൊരു ഭാഗ്യവതിയാണ്. എനിക്ക് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു മകളെ കിട്ടി. ഇവളെപ്പോഴും എനിക്ക് അഭിമാനമേ വരുത്തിയിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇവളുടെ അഭിമാനത്തിന് വേണ്ടി മാത്രമാണ്. ഇതെങ്കിലും എനിക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത്തത് അഭിയുടെ 1 കോടി രൂപ മോഷ്ടിച്ച ആ കള്ളനെ നമ്മള് രണ്ടുപേരും കൂടെ അല്ലേ പിടിക്കാൻ സഹായിച്ചത്? അപ്പൊ അഭി നമ്മളിൽ ഇംപ്രസ് ആവില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും കമ്മീഷൻ കിട്ടൂലേ? വളരെ ശരിയാ നീ പറഞ്ഞത്. മമ്മി എന്തായാലും വയസ്സായി പോയി കേട്ടോ. അല്ല, തനുവിനെ മമ്മി എങ്ങനെയാ മറന്നേ? തനു നമ്മള് കാരണം ഇംപ്രസ് ആവത്തില്ലേ? അവളും പ്രതിഫലം തരും. അപ്പൊ നമുക്ക് 3 കമ്മീഷൻ. 3 വശത്ത് നിന്നും നീ സത്യമാ പറഞ്ഞത്. അപ്പൊ ടോട്ടൽ എല്ലാം കൂടെ 20-25 lakhs റുപ്പീസ് നമുക്ക് സ്വന്തം. 20-25 ലക്ഷം. അതിന്റെ അർത്ഥം നമ്മുടെ 10 വിരളിലും മോതിരവും. തനു എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നെ? ഇനി ഇവൾ ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ടാവോ? അദ്ദേഹത്തെ ഇവളുടെ സൈഡിലാക്കിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? യെസ്, ഞാൻ കൊളുത്തിയ തീ ആളി കത്തിയിട്ടുണ്ട്. ഏത് അഗ്നി സാക്ഷിയാക്കിയാണോ ഇവൾ അഭിയെ വിവാഹം ചെയ്തത്, ആ അഗ്നി തന്നെ ഇപ്പോ എന്നേക്കുമായി ഇവളുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛമ്മേ പ്ലീസ്, അച്ഛമ്മ ഇതിൽ ഇന്റർഫിയർ ചെയ്യല്ലേ. എനിക്കെന്താ തോന്നാന്നറിയോ? ഈ അഭി എന്തായാലും സരള ആന്റിയെ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കും. പിന്നെ നമുക്കാണെങ്കിൽ പണത്തിനോടൊപ്പം തന്നെ ഒരു വിലയും നിലയും ഒക്കെ ഉണ്ടാവും. പൈസ നഷ്ടപ്പെട്ട ആൾക്കും പരാതിയില്ലെന്ന് സാറിനോടല്ലേ പറഞ്ഞത്? പിന്നെ എന്താ പ്രോബ്ലം സാർ? എന്തിനാ വെറുതെ ആന്റിയെ ശല്യം ചെയ്യുന്നത്? നോക്കൂ മിസ്റ്റർ അഭിഷേക് മേനോൻ, എന്തായാലും ഞാനിത് കേസാക്കും. വരുന്ന 24 മണിക്കൂർ എന്റെ ശ്രദ്ധ നിങ്ങളിലായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മെമ്പർ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു എന്ന് അറിഞ്ഞാൽ ഞാൻ അവരെ പൂർണ്ണമായി നിയമത്തിന്റെ കുരുക്കിലാക്കും. പിന്നെ അവരെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇനി സാറിന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ സാർ. അഭി എന്തു പറഞ്ഞു അവനത് ചെയ്തു കാണിച്ചു. പ്രണവ്, ഇൻസ്പെക്ടർ സാറിന് പുറത്തു പോകേണ്ട വഴിയൊന്ന് കാണിച്ചു കൊടുക്കുക.
ചിലപ്പോ വന്ന വഴി ഓർമ്മയുണ്ടാവില്ല. കമോൺ. ശരിയായില്ല. നീ നീ ഒരു കുറ്റവാളിയെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. നീ ഒന്നോർത്തോ, നിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്തില്ല എന്ന് കരുതി നീ രക്ഷപ്പെട്ടൊന്ന് കരുതണ്ട. ഈ യുദ്ധവും പ്രശ്നങ്ങളും തീർന്നിട്ടില്ല. നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഞാൻ ശിക്ഷ വാങ്ങി തന്നിരിക്കും. നീ ഒരു നല്ല മകനാണ്, നല്ലൊരു ചെറുമകനും. അച്ഛമ്മേ, ഒന്നും തോന്നരുത്. ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. എനിക്കറിയാം നിനക്ക് സങ്കടമുണ്ട്. നീ ചിന്തിക്കുന്നത് സത്യത്തിന്റെ കൂടെ നിന്നത് അത് തെറ്റായി പോയെന്നാണോ കുഞ്ഞേ? മോനെ, ഒരാളുടെ ചിന്ത ശരിയായിട്ടുള്ളതാണെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാൽ പോലും അതിന്റെ ഫലമുണ്ടല്ലോ, എപ്പോഴും പോസിറ്റീവായിരിക്കും. പക്ഷെ ഈ തലവേദന നമ്മുടെ തലയിൽ നിന്ന് എപ്പോഴാ പോകുന്നെന്ന് അറിയില്ലല്ലോ. ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവര് കാരണം പ്രിയയുടെയും അഭിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. പക്ഷെ പോവില്ല, ഇവർ നമ്മുടെ തലയിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. തലയിൽ ഇരിക്കുക മാത്രമല്ല, അവിടെ ഇരുന്നോണ്ട് മോഷ്ടിക്കാനുള്ള പുതിയ വഴികളും ആലോചിക്കുമായിരിക്കും. മമ്മി, ഇവരുടെ കള്ളത്തരത്തിന് മാപ്പ് കൊടുത്തല്ലോ. ഇനി ഇവർക്ക് മോഷണം നടത്തുന്നത് നിസ്സാര കാര്യമായിരിക്കും. ഇനി ഇതിന്നും വലിയ കള്ളത്തരം ഇവര് ചെയ്യും. എന്നുവെച്ചാ വലിയൊരു കൊള്ളതന്നെ നടത്തുമെന്ന്. അതിന് നമ്മൾ സമ്മതിച്ചെങ്കിലല്ലേ. മതി, ഇപ്പൊ തന്നെ ഒരുപാടായി. ഇവർക്ക് ഇത്രയ്ക്ക് നാണമില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഒന്നും മിണ്ടാതെ ഇപ്പൊ ഇവിടുന്ന് പോയേനെ. നിങ്ങളിത് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. പക്ഷെ വീട്ടിലുള്ളവർക്ക് വിശ്വാസം ഇല്ലല്ലോ. എനിക്കറിയാം. ഞാൻ നിരപരാധിയാന്ന് തെളിയിക്കാൻ അവൾ എന്ത് ചെയ്യും? അവൾ ഏതറ്റം വരെയും പോവും. എനിക്കത് കാണണ്ട. അവൾ ഇപ്പോൾ പോരാടുന്ന യുദ്ധത്തിൽ തന്നെ അവളുടെ ശ്രദ്ധ വേണം. ആ പോരാട്ടത്തിൽ എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ലമ്മേ. അതുകൊണ്ട് എനിക്ക് പോണം അമ്മേ. ഇനി അഥവാ ഞാൻ പോയാലും അമ്മ അവളുടെ കൂടെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ അവളുടെ ഒപ്പം ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുക. എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ കാരണം ഇനി ഇവിടെ ഒരു പ്രിയയ്ക്ക് നിങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യം. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് ഇനി ഇത് നേരിടും. ഞാൻ അതിനെയും രക്ഷിക്കും. നീ ടെൻഷൻ അടിക്കണ്ട. നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. നീ നിന്റെ സിന്ദൂരത്തിന് വേണ്ടി, അഭിക്ക് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ നീ വിജയത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു മോളെ. ഞാൻ കാരണം നിന്റെ ശ്രദ്ധ മാറരുത്. നിന്റെ വിവാഹ ജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയ ഈ അമ്മ പിന്നെ ജീവനോടെ ഇരിക്കില്ല. നീ എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ നിന്റെ യുദ്ധം തുടര്. ഞാൻ എപ്പോഴും നിന്റെ ഒപ്പമുണ്ട്. ദൂരെയൊന്നും അല്ലല്ലോ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ മോളെ? കരയരുത് കേട്ടോ, കരയരുത്. നീ എന്നെ കാണാൻ വീട്ടിൽ വരണേ. ഭഗവാൻ എപ്പോഴും നിന്റെ ഒപ്പമുണ്ട്. നിന്റെ സിന്ദൂരത്തെ സംരക്ഷിക്കും. നീ സന്തോഷമായിട്ടിരിക്കെ എന്റെ പൊന്നു മോള്. ശരി. പ്രിയ എന്നെ വീട് മോളെ. ഞാൻ പോട്ടെ മോളെ, ഞാൻ പോട്ടെ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഇല്ല പ്രണവ്, എനിക്ക് ആന്റിയോട് പോകണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നടന്നതിൽ എനിക്കൊരു പങ്കില്ലേ. എന്റെ അഭി, നീ നിന്റെ മനസ്സ് പറയുന്നൊന്ന് കേൾക്കാം. ആന്റി ഒന്ന് തടി, വേഗം വാ പ്ലീസ്. ആന്റി എന്നെ പോലെ ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ശരി അഭി, നിനക്ക് തടയാൻ കഴിയില്ലെങ്കിൽ വേണ്ട. പക്ഷെ ആന്റി വന്നൊന്ന് കാണു നീ പ്ലീസ്. അഭി, നീ ആന്റിയെ വിശ്വസിക്കുന്നുണ്ടെന്നും കൂടെ ഉണ്ടെന്നും മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിക്ക് ഒരുപാട് സന്തോഷമാവും. അഭി, നിനക്ക് അതെങ്കിലും ഒന്ന് ചെയ്യാലോ. പ്രണവ്, എനിക്കൊന്നും അറിയില്ലടാ. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എങ്ങനെ ആന്റിയെ ഫേസ് ചെയ്യുന്ന
എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ എന്ത് കാര്യമാണ് അവരോട് പറയേണ്ടത്? ഞാൻ കേൾക്കാനും ഒന്നും ബാക്കിയില്ല. ഞാനിവിടെ നിനക്ക് അനുഗ്രഹം തരാൻ വന്നതാ. വളരെ സത്യവും സ്നേഹവും നിറഞ്ഞ മനസ്സാ മോന്റെ. മറ്റുള്ളവരുടെ സത്യം കണ്ണിലൂടെ തിരിച്ചറിയും. എന്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ മോനെ, മറ്റുള്ളവരുടെ കണ്ണിലെ സത്യം അറിയുന്നത് പോലെ ഒപ്പമുള്ള ശത്രുക്കളെയും തിരിച്ചറിയാനുള്ള കഴിവ് ഭഗവാൻ തരട്ടെ. നന്നായിരിക്കെ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. യുനു, ഇവിടുന്ന് നിങ്ങളുടെ മകളെയാണ് ഇറക്കി വിടണമെന്ന് വിചാരിച്ചത്. പക്ഷെ നിങ്ങളാണ് പോകുന്നത്. സാരമില്ല, പ്രിയയുമായി ബന്ധമുള്ള എല്ലാവരെയും ഞാൻ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കും. ആരാദ്യം പോകും ആരവസാനം പോകും ഇതിലൊരു വ്യത്യാസമില്ല. എല്ലാവരും പോയേ തീരൂ. പക്ഷെ ഞാൻ നിങ്ങളോട് എന്റെ വഴിന്ന് മാറാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ്. അന്ന് അതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇത്രയും നാണം കെട്ടി ഇവിടുന്ന് പോവേണ്ടി വരില്ലായിരുന്നു. ഞാൻ പോവുകയെ നിന്റെ അന്ത്യനാളുകളുടെ എണ്ണം കുറിച്ചുകൊണ്ട്. ധൈര്യമാണല്ലേ? എന്താ? അല്ല, അവര് പറഞ്ഞത് നീ കേട്ടില്ലേ? കയറ് കത്തിപ്പോയിട്ടും അതിന്റെ ബലം പോയിട്ടില്ല. ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചല്ലേ, ഈ സരളാന്റി അവരൊരു കയറ് തന്നെയാ, നല്ല ബലമുള്ള ഒരു കയറ്. മൈഥിലി എടുത്തി, നിങ്ങൾക്ക് ഈ വീട്ടില് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കല്ലാതെ വേറെ ഒരു ജോലിയില്ലേ? അത് നീ ഒരു മന്ദബുദ്ധി തന്നെ. എന്റെ ജോലി തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണെന്ന് നിനക്കറിയില്ലല്ലോ. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തില്. നിന്റെ കാര്യത്തിൽ ഇടപെട്ടാ എനിക്ക് ലാഭമല്ലേ ഉള്ളൂ. നിന്നെ ഫോളോ ചെയ്യണം. മനസ്സിലാകുന്നതേയില്ല അവളെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന്. അച്ഛമ്മേ, നമ്മളെപ്പോഴും കൂടെയില്ലേ? ചേച്ചിക്ക് ഒരിക്കലും ഒറ്റപ്പെടൽ തോന്നാൻ അനുവദിക്കില്ല. പക്ഷേ സ്വന്തം അമ്മയുടെ മേലിൽ മോഷണ കുറ്റം ചുമത്തുന്നത് ഏത് മകൾക്കാ സഹിക്കാൻ കഴിയാ? രചന പറയുന്നത് ശരിയാണ് അച്ഛമ്മ. ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസിഡന്റ് കാരണം അവരുടെ ഇമേജ് തകരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഏട്ടൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവാം. മുമ്പുള്ള വെറുപ്പൊക്കെ തിരിച്ചു വരാൻ പാടില്ല. കാരണം ഏട്ടൻ സരളാന്റിയെ ജയിലിൽ വിടാതെ തടഞ്ഞു. പക്ഷേ ഏട്ടന്റെ കണ്ണിൽ ഇവിടെ ഇപ്പോഴും മോഷണം നടന്നിരിക്കുക. ഞാനിപ്പോ വരാം. പ്രിയയുടെ അടുത്ത് ചെന്ന് നീ പറ, സരള മോഷ്ടിക്കില്ല എന്ന് നിനക്ക് വിശ്വാസമുണ്ടെന്ന്. അതുവഴി അവളുടെ ദുഃഖം കുറെയെങ്കിലും കുറയും മോനെ. അതിനൊപ്പം നിന്റെ പകുതി ജോലിയും പൂർത്തിയാവും മോനെ, ഉത്തരവാദിത്വം സംബന്ധിച്ച്. അച്ഛമ്മ എന്തായാലും ടെൻഷൻ അടിക്കണ്ട. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ഇതൊക്കെ ചെയ്തതാരാണെന്ന് എനിക്കൊരാളെ സംശയമുണ്ട്. പക്ഷേ ആ സംശയം സത്യമാണോ എന്നറിയുന്നതിന് കുറച്ച് സമയമെടുക്കും. അന്വേഷിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് അന്വേഷണം തുടങ്ങി കഴിഞ്ഞു. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഞങ്ങൾ ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് നിന്നിൽ നിന്നാണ്. തുടക്കം മാത്രമല്ല ആകാശ്, എനിക്ക് തോന്നുന്നത് ഒടുക്കോ ഇവളിലാണെന്നാ. നിങ്ങൾക്ക് എന്റെ പുറകെ നടക്കല്ലാതെ വേറെ ഒരു പണിയില്ലേ? എന്തായാലും എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ. രചന, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവളുടെ കാര്യം അന്വേഷിക്കണം. ഇവിടെ എവിടേക്കാണ് പോയതെന്ന് അറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ക്ലൂ കിട്ടും. അതിന് ഇവൾ മോഷ്ടിച്ചോ ഇല്ലേ എന്നുള്ള കാര്യം അറിയാനും കഴിയും. നീ പറയുന്നത് ശരിയാണ് ആകാശ്, ഇത് കണ്ടുപിടിച്ചേ മതിയാകൂ. ലെറ്റ്സ് ഡു സംതിങ്. വാ. വേണ്ട, അവൾ എന്തിനാ ഞാൻ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഈ ഷോൾ ഇട്ടുകൊണ്ട് അവളുടെ മുന്നിൽ പോയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇടിച്ച് താറുമാറാക്കി കളയോള്. ഇവളെ ഒന്ന് ചിരിപ്പിക്കാനായിട്ട് എന്താ ചെയ്യുക? യെസ്, ചിരിപ്പിക്കുന്നതിന് മുമ്പ് ഇവളുടെ മൂഡൊന്ന് നോർമലാക്കണം. ഇവള് ഒച്ച വയ്ക്കുമ്പോഴും വഴക്ക് കൂടുമ്പോഴാണല്ലോ നോർമലാവുന്നത്. അപ്പോ അതിനുള്ള വഴി നോക്കാം. ലെറ്റ്സ് ഗോ.
കുഴപ്പമില്ല, പക്ഷെ ഇനി ഭക്ഷണം എങ്ങനെ കഴിക്കും? അതിന് നീ വാരി തന്നാ പോരെ. ദിനക്ക് ദിനദീം താന ദിനക്ക് ദിനദീം താന ദിനക്ക് ദിനദീം താന ദീം താനന പറന്നു വന്നു പൈങ്കിളി വിരുന്നു വന്നു രാക്കിളി ഒരുങ്ങി നിന്ന തേങ്കിളി മൂന്നാം കിളി. കിട്ടിയാലുണ്ടല്ലോ നീ എന്നോട് കിടന്ന് വഴക്കില്ലേ, അതുപോലെ നീ അയാളെ ഓരോന്ന് പറഞ്ഞ് റെഡിയാക്കണം. ഈ ചോരയെ തൊട്ട് സത്യം ചെയ്യും. കൈ കാണിച്ചാൽ ഞാൻ ബാൻഡേഡ് ഒട്ടിക്കട്ടെ. പാടിയലയാനാരു ചിറകേകുവാൻ വീണ്ടും ഉയരാൻ പാടിയലയാനാരു ചിറകേകുവാൻ മാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ. അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും കള്ളൻ ഈ വീട്ടിൽ തന്നെയുണ്ട്. ആരാണ് മനസ്സിലാവാത്തത്? നോക്കൂ, രചന ഏട്ടനും ഏട്ടത്തി ഉറങ്ങിനാ തോന്നണേ. ഇനിയിപ്പോ ഡിസ്റ്റർബ് ചെയ്യണോ? നാളെ പറഞ്ഞ പോരെ? അല്ല, വേണ്ട വേണ്ട. രാവിലെ എന്തിനാ? നിങ്ങൾ മറന്നുപോയോ പ്രിയേച്ചി നമ്മളും ചേർന്നൊരു കോഡ് വേർഡ് ക്രിയേറ്റ് ചെയ്തത്? രാത്രിയിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം പറയണമെങ്കിലും അഭിയേട്ടൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ കോഡ് വേർഡ് ചേച്ചിയോട് പറയണം. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാകും ഡോറിന് പുറത്ത് നമ്മളാണെന്ന്. ഏത് കോഡ്? നിക്ക്. ആകാശം രചനയാന്ന് തോന്നുന്നു. നമുക്കെല്ലാം മനസ്സിലായി. ഈ ഡ്രാമയിലൂടെ അബിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഐ തിങ്ക് സരളാൻഡി തന്നെയാണ് മോഷ്ടിച്ചതെന്നാണ് അവന് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ഇത് നമുക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ്, വളരെയധികം ശരിയാണ്. നമ്മൾ പ്രിയക്കെതിരായി അടുത്ത പ്ലാൻ സെറ്റ് ചെയ്യുമ്പോഴേ ഇത് ഉപകാരപ്പെടൂ. സംശയം ഉടലെടുത്താൽ പിന്നെ പ്രിയപ്പെട്ടവര് പോലും മുള്ളുകളായി മാറുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ സമയം നമ്മൾ ചെയ്യേണ്ടത് മുള്ളുകളിൽ നിന്നും വിഷം പുറപ്പെടുവിക്കണം. അപ്പൊ ശരി, ഇനി നമ്മുടെ പ്ലാൻ തുടങ്ങാം. യാ, അബിയുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം നമ്മള്. അമ്മ കള്ളിയാണെങ്കിൽ മകള് വലിയ കള്ളിയാണെന്ന്. ഓൾ ദി ബെസ്റ്റ്. തനു, യു ആർ ഗ്രേറ്റ്. ആർക്കും ചെയ്യാൻ കഴിയാത്തത് നീ ചെയ്ത് കാണിച്ചു. ഈ പൈസ മുഴുവനും നിന്റെയാ. ഒന്നുകൂടെ എണ്ണി നോക്കാം. അധ്വാനിച്ച് പൈസ എണ്ണുന്നത് നല്ല സുഖ. ചിലവായത് എത്ര, ഇനി എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. 10 ലക്ഷം രൂപ നഴ്സിന് കൊടുത്തു. 10 ലക്ഷം നിഖിലിന് ചെലവായി. ഇനി 80 ലക്ഷം ബാക്കി കാണണം. ബാക്കി മുഴുവനും എന്റേതാണ്. തനു, നീലേ അയ്യോ, നീ ഒരു തെറ്റ് ചെയ്തു തന്നു, ഒരു തെറ്റ്. നീ ഈ ഡോറില്ലേ, അത് നീ തുറന്നിട്ടു. ഈ ഡോറിന്റെ വാതിൽ നീ ലോക്ക് ചെയ്തിട്ടാണ് പെട്ടി നോക്കിയിരുന്നെങ്കിലേ നിന്റെ ഈ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കുമായിരുന്നോ? അത് ആരാ പിടിച്ചെന്നറിയാലോ? മൈഥിലി ദ ഡിറ്റക്റ്റീവ്. ഇനി ഞാൻ ഇക്കാര്യം എല്ലാം കൂടെ മമ്മിയോട് പറയും. പിന്നെ ഞാനും മമ്മിയും കൂടി ഇത് ഫാമിലിയിലുള്ള എല്ലാവരോടും പറയും. അത് കഴിഞ്ഞ് നിന്റെ പോലീസ് പിടിച്ചോണ്ട് പോകും. കാരണം നീയാണല്ലോ ഈ വീട്ടിലെ കള്ളി. പിന്നെ ഈ പൈസ, ഇതിന്റെ ഒരു 20-25% എന്തായാലും എനിക്ക് സമ്മാനമായിട്ട് കിട്ടുമല്ലോ. ചിലപ്പോ അഭിക്കും സന്തോഷമായിട്ട് അവനും എനിക്ക് ഗിഫ്റ്റ് തരും. പിന്നെ പ്രിയ പകുതി സ്വത്തും ചിലപ്പോ എനിക്ക് സന്തോഷത്തോടെ എന്റെ പേരിൽ എഴുതി തരും. നിങ്ങൾക്ക് സമ്മാനം കിട്ടുമെന്ന് ഓർത്തിട്ടല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ പൈസയും നിങ്ങൾക്ക് കിട്ടിയാലോ? പക്ഷെ അതിനു വേണ്ടി നിങ്ങളുടെ വായ എന്നടയ്ക്കണം. അത് എന്തിനാ ചിന്തിക്കുന്ന? ഇത് റിയൽ ഓഫറാണ്. ഇതിന് നിങ്ങള് വല്യമ്മയ്ക്ക് ഷെയർ ചെയ്യേണ്ടിയും വരില്ല. പിന്നെ സത്യമാണോ നീ പറയുന്നത്? എന്ന് വെച്ചാ ഈ മുഴുവൻ പൈസ നീ എനിക്ക് തരൂ? ഉറപ്പ്, മുഴുവൻ പൈസ നിങ്ങൾക്കാ. ഇതിനു വേണ്ടി നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടിയും വരില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുകൊണ്ട് ജ്വല്ലറി വാങ്ങണോ അതോ ബംഗ്ലാവ് വാങ്ങണോന്ന് ചെയ്താല്. വേണ്ട തനു,
നീ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വായ അടച്ചു വെക്കാതെ ആരോടെങ്കിലും പോയി പറയില്ലേ? അപ്പോ അതുവരെ ഞാനിത് ആരെയും കാണിക്കില്ല. അതുവരെ ഈ ഫോട്ടോ ഒന്നും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനും പോകുന്നില്ല. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഏതിലാണ് ലാഭം എന്ന്? ഈ പൈസയിലാണോ അതോ വായ അടച്ചു വെക്കുന്നതിലാണോ? മൈഥിലി, നിന്റെ കയ്യില് വന്നത് അത് വായിക്കെത്താതെ പോയി. നിന്റെ സമയം ഇപ്പൊ ശരിയല്ല. ജാതകൻ ജോത്സ്യനെ കാണിക്കണം. ഞാൻ വാതിലടച്ച് അദ്ദേഹം മീറ്റിംഗിന് വരും. ഒരു മണിക്കൂറിനുള്ളിൽ എത്തും. ഓക്കെ, താങ്ക് യു. നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടി എനിക്ക് ജോക്കറാവാനും മടിയൊന്നുമില്ല. ഞാനൊന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. അപ്പൊ ഞാനും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇന്നലെ നിങ്ങൾ ചെയ്തതും പറഞ്ഞതും ഞാൻ ഒരിക്കലും മറക്കില്ല. ഓ നോ, ഞാൻ മറന്നല്ലോ. ഇദ്ദേഹത്തിന് മീറ്റിംഗിന് പോകാൻ ഉണർത്തണ്ടേ? പക്ഷെ എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൊച്ചിലെ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നമ്പർ ഇറക്കിയ ആളാ ഞാൻ. അതുപോലെ ഒന്നും ഉണ്ടാക്കാനാണോ എനിക്ക് പാട്? ഈ അബി ആരാണെന്ന് നീ കണ്ടോ മോളെ? ഈ കോൺട്രാക്റ്റില് നിങ്ങൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? എനിക്കോ? എന്ത് പറ്റി? നല്ല തലവേദന. കുറച്ചു മുമ്പ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ എന്താ ഒരു തലവേദന? എണീറ്റപ്പോ പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ. ഇപ്പോ തലയും വേദനിക്കുവാ. പെട്ടെന്ന് അങ്ങ് തലവേദന വന്നോ? വേദനിക്കുന്നതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല. ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അത് പിടിക്കുന്നേ? അതൊന്ന് വായിന്ന് മാറ്റിട്ട് പറയാ. നിങ്ങൾ പ്ലീസ് തെർമോമീറ്റർ വായി വെച്ചിട്ട് മിണ്ടാതിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഡോക്ടറെ ഇപ്പൊ വിളിച്ചിട്ട് വരാം. ഡോക്ടറുടെ നമ്പർ എന്താ കാണാത്തെ? നിങ്ങൾ വീണ്ടും ഇനി വായിന്നത് എടുത്താലുണ്ടല്ലോ. ഇനി എന്താ ചെയ്യാ? ഇവൾ തെർമോമീറ്റർ ചെക്ക് ചെയ്യുമ്പോ എനിക്ക് പനിയില്ലെന്ന് മനസ്സിലാവില്ലേ? കുറച്ച് ടെമ്പറേച്ചർ പോലും കാണിക്കില്ല. ഇന്നെന്റെ കള്ളത്തരം